ഹേ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. മൈസെൽഫ് ആര്യ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ബ്ലോഗാണ്, ഒരു ഷോപ്പിംഗ് ബ്ലോഗ്. ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ പല തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടായെന്ന് വരും. നിങ്ങളൊന്ന് ഫോർഗീവ് ചെയ്തേക്കുക. നമ്മൾ ഇവിടുന്ന് പോകുന്നത്, ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ബസ് ഡ്രൈവ് ഉള്ള സ്ഥലത്തേക്കാണ്. കൺവാഫ് കോയ്സ്. ഇതിവിടുത്തെ ഒരു ഷോപ്പിംഗ് ഔട്ട്ലെറ്റാണ്. അവിടുന്ന് നമുക്ക് ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടി. അവിടുന്ന് നമ്മൾ നേരെ കൺവാഫ് കോയ്സിലേക്ക്. നമ്മുടെ നാട്ടിലെ ബസ്സിലെ പോലെ അത്ര തിക്കും തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. എപ്പോഴും തന്നെ ഇങ്ങനെ പീസ്ഫുൾ ആയിരിക്കും. ഇവിടുന്ന് നമ്മൾ ആദ്യം തന്നെ ചെന്നിറങ്ങിയപ്പോൾ കണ്ടത് ഇതിനെ കയ്യിലെടുക്കാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നെ മാക്സിമം എൻകറേജ് ചെയ്തു. എൻ്റെ ജീവന് പേടിയുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി. അവിടെ എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അതിന് കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് കൺവാഫ് കോയ്സിൻ്റെ എൻട്രൻസ്. ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റുകൾ അവിടെയുണ്ട്. എല്ലാ ഔട്ട്ലെറ്റിനും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ ഞങ്ങൾ നേരെ ലിൻഡിലേക്ക് പോയി. അവിടുന്ന് ഐസ്ക്രീം മേടിക്കാനായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെയും ക്യൂ കൂടുതലായതുകൊണ്ട് കുറച്ച് നേരം നിന്നുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ തന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങി പുറത്തേക്ക് പോയി. ഇനി ഇതിലേത് ആർക്ക് കൊടുക്കണമെന്ന് ഡൗട്ടില്ല. രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ കൊടുത്തു. എനിക്ക് മധുരം അത്ര വലിയ പ്രിയമൊന്നുമില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ ഏത് ഔട്ട്ലെറ്റിൽ കയറണമെന്ന് കൺഫ്യൂഷനാണ്. ഓൾമോസ്റ്റ് ഇവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന കൺഫ്യൂഷൻ. എവിടെ തിരിഞ്ഞാലും ഓഫർ തന്നെ. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് ചെന്നിയാടി. പട്ടികളെ എനിക്ക് പേടിയാണ്. കാണാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇതെൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് എപ്പോഴും. അതും പറഞ്ഞ് അവരെന്നെ കുറെ കളിയാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൈക്കിൾ കോഴ്സിലേക്കാണ്. മൈക്കിൾ കോഴ്സിൽ പോയി അവിടുത്തെ ഓൾമോസ്റ്റ് ബാഗുകളെല്ലാം ട്രൈ ചെയ്തു. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ വില കണ്ടിട്ട് ഞാൻ ടോമിയിലേക്കാണ് പോയത്. അവിടെ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്കൊരു ജീൻസ് മേടിക്കാനായിരുന്നു. അവിടെ 70% ഓഫർ ഉണ്ടായിരുന്നു ജീൻസിന്. പിന്നെ കുറച്ച് ബാഗൊക്കെ എടുത്ത് ആ മിററിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചു. അതിനുശേഷം കയ്യിലിരിക്കുന്ന 2 ജീൻസിൽ ഏതെടുക്കണമെന്ന ഡൗട്ടിലായിരുന്നു ഞാൻ. എന്തായാലും ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എപ്പോൾ വന്നാലും കയറാറുള്ള ഷോപ്പിലേക്ക്, സൺഗ്ലാസിൻ്റെ ഷോപ്പ്. ഇവിടെ വന്ന ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെ ഓരോ പേര് വെച്ച് ട്രൈ ചെയ്തു. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണിത്. ഇത് വെച്ച് കുറേ നേരം നോക്കി എല്ലാവരോടും നല്ലതാണെന്നൊക്കെ ചോദിച്ചു. പക്ഷേ കയ്യിൽ കാശ് കളയണോ വേണ്ടേ എന്ന് 2-3 വട്ടം ആലോചിച്ചിട്ട് അതവിടെ തിരിച്ചു വെച്ചു. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എവിടെ പോകണമെന്ന് കുറേ നേരം ആലോചിച്ചു. പിന്നെയാണ് ഓർത്തത് നന്ദൂസ് ഉണ്ടല്ലോ അവിടെയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ നന്ദൂസിൽ പോയി. നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ 20 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അവിടുന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് തീർന്നു, ലോഡഡ് ഫ്രൈസ്. പിന്നെ ഞങ്ങളൊരു ഹോൾ ചിക്കനും ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ച് കുറേ നേരം സംസാരിച്ചു. പിന്നീട് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ പോകുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.